നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്റർ ബെൽറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടി വരുന്നുണ്ടോ? അതായത് ഏകദേശം ഒരു 100 കിലോമീറ്ററൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ 200 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ട് വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്റർ ബെൽറ്റ് മാറേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് പപ്പു 7738 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: എൻ്റെ മാരുതി 800 2008 അധികം ഓടിക്കാറില്ല. എപ്പോഴും കംപ്ലൈൻറ്റ് വരുന്ന ഓൾട്ടർനേറ്റർ ബെൽറ്റാണ്. വണ്ടി ടെസ്റ്റ് നടത്തിയതിന് തൊട്ട് മുമ്പ് ബെൽറ്റ് മാറിയതാണ്. ഏകദേശം 100 കിലോമീറ്റർ ഓടിയപ്പോഴും ബെൽറ്റ് ലൂസായി. വേറെ എന്തോ കാരണം കൊണ്ട് ബാറ്ററി ഡൗൺ ആയ വഴിയിൽ കിടന്ന സാഹചര്യം വന്നു. വർക്ക്ഷോപ്പ് വന്ന് നോക്കിയപ്പോൾ റെക്ടിഫയർ മാറണമെന്ന് പറഞ്ഞ് അത് മാറ്റി. കൂടെ ബെൽറ്റും പിന്നെയും മാറ്റി. ആ ബെൽറ്റ് ഉപയോഗിച്ച് 200 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ അതും ലൂസായി. എന്തുകൊണ്ടാണ് ബെൽറ്റ് ലൂസാകുന്നത്? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതായത് ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് എന്തുകൊണ്ടാണ് ലൂസാകുന്നത്? സിമ്പിൾ, നമുക്ക് തന്നെ ഒരു ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. ലൂസാവുന്നതിൻ്റെ കാര്യം ഒന്നെങ്കിൽ ഓൾട്ടർനേറ്റർ റിട്ടേൺ വരുന്നുണ്ടായിരിക്കും, അതായത് ടൈറ്റായിട്ട് ഒരു പൊസിഷനിൽ നിൽക്കുന്നില്ലായിരിക്കും. ഇതാണ് പലപ്പോഴും, അല്ലെങ്കിൽ പലരുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ളൊരു സംശയം ഇതാണ്. ഇതൊന്നും അല്ലാതെ തന്നെ ഒരു മെയിൻ കാര്യം ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കേസാണ് ഓൾട്ടർനേറ്ററിൽ വരുന്ന പുള്ളിയോ അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവ് വരുന്ന പുള്ളിയോ. ഈ പുള്ളിയും വലിയൊരു കാര്യം തന്നെയാണ്. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം, മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ. നമ്മുടെ ഈ ബെൽറ്റ് നിൽക്കുന്ന ഈ പോർഷൻ കണ്ടല്ലോ, ഈ ബെൽറ്റ് കയറി കിടക്കുന്ന ഈ ഒരു പോർഷൻ, അതായത് ഈ താഴത്തെ ഗ്രൂ കാണാൻ പറ്റും. ഇതിനെ ഫുള്ളായിട്ട് പറയുന്ന പേരാണ് പുള്ളി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബെൽറ്റ് ഈ പുള്ളി കൂടെയാണ് ഓടുന്നത്. ഈ പുള്ളിനെയാണ് ബെൽറ്റ് വലിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളി ഇത് ശരിക്കും പറഞ്ഞാൽ വരുന്നത് മെറ്റൽ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ടൈറ്റ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അതായത് ഓൾട്ടർനേറ്റർ ടൈറ്റ് ചെയ്യാൻ അറിയാമെന്നാണ് എനിക്ക് വിശ്വാസം എല്ലാവർക്കും. ഇനി അറിയത്തില്ലെങ്കിൽ തന്നെ ഇവിടെ ഒന്ന് ലൂസ് ചെയ്ത് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അത് വളരെ സിമ്പിളാണ്. ആർക്കും ഒരു ഓൾട്ടർനേറ്റർ ടൈറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നൊരു കാര്യം, ഞാനിപ്പോൾ കാണിച്ചു തന്ന ഈ പുള്ളി അസംബ്ലിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ഇതിന് എന്തെങ്കിലും രീതിക്കുള്ള പൊട്ടലോ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്റർ ബെൽറ്റിന് പണി കിട്ടും. കാരണം അങ്ങനെ ഒരു ഹിസ്റ്ററി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വാഹനത്തിന് ഇതുപോലെ തന്നെ പെട്ടെന്ന് ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് ലൂസാവുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകുന്നൊരു സാഹചര്യം വന്നായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പോഴേക്കും ഫസ്റ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പോർഷനിലോട്ട് നമ്മുടെ ശ്രദ്ധ വരത്തില്ല, ബെൽറ്റ് മാറി വിടും. കാരണം പഴയ വാഹനമാണ്, ഈ പറഞ്ഞ പോലെ ഈ ഓട്ടോ ഇല്ലെന്ന് പറഞ്ഞു, എന്നാലും അതീ കാര്യമില്ല, ഇത് കിടന്ന് പഴകിപ്പോയാലും ഉറപ്പായിട്ട് ഇതിന് പ്രശ്നം വരും. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഞങ്ങളൊരു വാഹനത്തിൽ ഇതുപോലെ മാറിവിട്ട് ഏകദേശം എനിക്കിതിന് 50 കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ ഒച്ച വരാൻ തുടങ്ങി. അങ്ങനെ നോക്കിയപ്പോഴാണ് ബെൽറ്റിൻ്റെ പൊടി, അതായത് ഈ ബെൽറ്റ് ഗ്രൈൻഡ് ആകുന്നതിൻ്റെ പൊടി താഴെ കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിലെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, എങ്ങനെ ഗ്രൈൻഡിങ് വരുന്നു എന്നുള്ളത് നോക്കി വന്നപ്പോഴാണ് പുള്ളിക്കകത്ത് മുഴുവൻ, അതായത് നമ്മുടെ ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി ചെറിയ രീതിക്ക് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, ക്രാക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് കൂടെ ഇത് സ്ലിപ്പായാണ് ഇതിൻ്റെ കട്ടിങ് ഉണ്ടാകുന്നത്. അങ്ങനെ കട്ടിങ് ഉണ്ടാകുന്ന സമയത്ത് സ്ലിപ്പാകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സ്ലിപ്പാകുന്നുള്ളതുകൊണ്ടാണ് ശരിക്കും ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിച്ചത്. അപ്പം ഈ കംപ്ലയിൻറ്റ് തന്നെ ആയിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഇതും ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അല്ലാതെ ബാക്കിയുള്ള പുള്ളീസും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിലേതെങ്കിലും പുള്ളിക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പുള്ളി മാറി വിട്ടോണം. അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെയും ഭാവിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓൾട്ടർനേറ്റർ ബെൽറ്റ് പൊട്ടിപ്പോവോ അല്ലെങ്കിൽ ഇതുപോലെ ലൂസായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.